കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ആത്മകഥയെ ചൊല്ലി രാജ്യത്തെ പ്രസാധന ലോകത്തും രാഷ്ട്രീയ രംഗത്തും വലിയ വിവാദം പുകയുകയാണ്. ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് എന്ന പേരിൽ പുറത്തിറങ്ങാനിരിക്കുന്ന അവരുടെ ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പ്രമുഖ അന്താരാഷ്ട്ര പ്രസാധകരായ പെൻഗ്വിൻ റാൻഡം ഹൌസ് ഇന്ത്യ അപ്രതീക്ഷിതമായി പിന്മാറിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുസ്തകത്തിന്റെ കയ്യെഴുത്തു പ്രതി പരിശോധിച്ച എഡിറ്റോറിയൽ ടീം ചില തിരുത്തലുകളും സുപ്രധാന മാറ്റങ്ങളും ചില ഭാഗങ്ങൾ വെട്ടിമാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ ജീവിതാനുഭവങ്ങളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു തിരുത്തലുകൾക്കും തയ്യാറല്ലെന്ന് സോണിയാഗാന്ധി കടുപ്പിച്ചു പറഞ്ഞതോടെയാണ് പെൻഗ്വിൻ ഇന്ത്യ ഈ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന 544 പേജുകളുള്ള ഈ ജീവചരിത്രം ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ ലോകം കാത്തിരുന്നത്. 1965 കേംബ്രിഡ്ജിൽ വെച്ച് രാജീവ് ഗാന്ധിയുമായി കണ്ടുമുട്ടിയത് മുതൽ ഇറ്റലിയിലെ ഗ്രാമത്തിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വസതിയിലേക്കുള്ള അവരുടെ യാത്രയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധവും 2004 പ്രധാനമന്ത്രി പദം വേണ്ടെന്ന് വെച്ച നിർണായക തീരുമാനവുമെല്ലാം പുസ്തകത്തിൽ തുറന്നെഴുതുന്നുണ്ട്. അത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥത്തിൽ പ്രസാധകർ സെൻസർഷിപ്പിന് തുനിഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയായത്. അതേസമയം പെൻഗ്വിൻ പിന്മാറിയെങ്കിലും പുസ്തകത്തിന്റെ ആഗോള പതിപ്പ് ആൽഫ്രഡ് എ നോഫ് വഴി പുറത്തുവരാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിദേശത്ത് ലക്ഷക്കണക്കിന് കോപ്പികളുടെ പ്രിന്റിംഗ് ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ പെൻഗ്വിൻ കാണിച്ച ഈ പിന്മാറ്റം കേവലം ഒരു എഡിറ്റോറിയൽ തീരുമാനം മാത്രമല്ലെന്ന സംശയവും ഉയരുന്നുണ്ട്. നേരത്തെയും ചില വിവാദ രാഷ്ട്രീയ പുസ്തകങ്ങൾക്ക് നേരെയും കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാത്ത ഉള്ളടക്കങ്ങൾക്കും പെൻഗ്വിൻ ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണോ പെൻഗ്വിൻ പിന്മാറിയത് എന്ന ചോദ്യം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു തുടങ്ങി. എന്നാൽ പെൻഗ്വിൻ ഒഴിച്ചിട്ട് ഈ വലിയ വിപണി അവസരം കൈക്കലാക്കാൻ മറ്റ് വമ്പൻ അന്താരാഷ്ട്ര പ്രസാധകരും രംഗത്തിറങ്ങി. ഹാർപ്പർ കോളിൻസ് ഇന്ത്യയിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനും വിതരണാവകാശം സ്വന്തമാക്കാനും സജീവമായി ചർച്ചകൾ നടത്തുകയും കരാറിലേക്ക് അടുക്കുകയുമാണെന്നാണ് പുതിയ വിവരങ്ങൾ. ഇന്ത്യയിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭരണം, അധികാരം ഉപേക്ഷിച്ചതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്നിവയൊക്കെ തുറന്നു പറയുന്ന പുസ്തകം തിരുത്തലുകളില്ലാതെ തന്നെ പുറത്തെത്തിക്കാനാണ് സോണിയാഗാന്ധിയുടെ തീരുമാനം. എഴുതിയതിൽ ഒരക്ഷരം പോലും മാറ്റില്ലെന്ന സോണിയാഗാന്ധിയുടെ കടുത്ത നിലപാട് പുസ്തകത്തിന് മേലുള്ള ജിജ്ഞാസ ഇരട്ടിയാക്കുകയാണ്. പെൻഗ്വിൻ ഇന്ത്യയുടെ പിന്മാറ്റവും ഹാർപ്പർ കോളിൻസിന്റെ കടന്നുവരവും ഇന്ത്യൻ പ്രസാധന രംഗത്തും രാഷ്ട്രീയ തലത്തിലും വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളും രാഷ്ട്രീയ പോരുകളും ഉണ്ടാകുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്.